pressure. Now we can continue with the topic, the structure and function of the heart. Here we are dealing with the human heart. Human heart in 4 chambers ആണുള്ളത്, 2 atria and 2 ventricle. Table ഇതിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. First, structure of heart, heart chambers and valves, function of the heart, circulation of blood, then contraction of heart, conduction system of the heart, ECG and PQRST system, blood pressure. ഇതിൽ നമുക്ക് ECG ഒക്കെ ജസ്റ്റ് ഒന്ന് അറിയുന്നത് നല്ലതാണ്, അതുകൊണ്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തു എന്നേ ഉള്ളൂ. ഓക്കെ, structure of heart. The heart is divided into left and right side by partitions called septa. The singular is septum. Intra-atrial septum separates the 2 upper chambers. നിങ്ങൾക്ക് അറിയുന്നതാണ്, ആട്രിയെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് inter-atrial septum. Then ventricle സെപ്പറേറ്റ് ചെയ്യുന്നത് interventricular septum ആണ്. Now, heartലെ layers നമുക്ക് നോക്കാം. There are 4 layers. ഉള്ളിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ endocardium is formed of endothelial cells and it lines the interior of the heart chambers and valves. Then myocardium. Myo എന്ന് പറയുന്നത് നമുക്കറിയാം muscular middle layer ആണ്. That consists of heart muscle cells. Then epicardium is formed of epithelial cells and forms the outer cell layer of the heart. Then the pericardium, it is a membranous sac that surrounds the heart. Surrounding the heart ആണ്. It consists of 2 layers, visceral pericardium and parietal pericardium. The space between these 2 layers is called pericardial cavity and it contains the pericardial fluid. ഇത്രയാണ് ഹാർട്ടിന്റെ 4 layers: endocardium, myocardium, epicardium and pericardium. അടുത്ത നോക്കാം, ഹാർട്ട് ചേമ്പേഴ്സ് ആൻഡ് വാൽവ്സ്. ഹാർട്ടിന്റെ ചേമ്പേഴ്സ് ഏതൊക്കെ നമുക്കറിയാം. റൈറ്റ് ഏട്രിയം, ഏട്രിയം ഈസ് സിംഗുലർ, ഏട്രിയ ആണ് പ്ലൂറൽ. ലെഫ്റ്റ് ഏട്രിയം, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ. ബ്ലഡ് എപ്പോഴും ഒരു ഡയറക്ഷനിലാണ് പമ്പ് ചെയ്യപ്പെടുന്നത്. അത് ഒരു ഡയറക്ഷനിൽ തന്നെ പമ്പ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് നമുക്കറിയാം വാൽവ്സ് ആണ്, ഹാർട്ട് വാൽവ്സ്. എൻഷുർ ദാറ്റ് ബ്ലഡ് ഡസ് നോട്ട് ഫ്ലോ ബാക്ക്വേർഡ്സ് വിതിൻ ദ ഹാർട്ട്. ഒരിക്കലും ബ്ലഡ് തിരിച്ചൊഴുകാറില്ല, ഒഴുകിക്കഴിഞ്ഞാൽ പ്രശ്നമാവും നമുക്കറിയാം. ദ 4 ഹാർട്ട് വാൽവ്സ് ഏതൊക്കെയാന്ന് നമുക്ക് നോക്കാം. ട്രൈകസ്പിഡ് വാൽവ്. ട്രൈ മീൻസ് 3, having 3 points എന്നാണ് അതിന്റെ മീനിങ് വരുന്നത്. Located between right atrium and ventricle. Tricuspid valve right atriumത്തിനും right ventricleനും ഇടയിലാണ് ഉള്ളത്. Pulmonary valve. Pulmonary valve എവിടുന്നായിരിക്കും പോകുന്നത് നമുക്ക് ഊഹിക്കാം. എങ്ങനെ വരുന്നത്? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും പൾമനറി ആർട്ടറിയിലേക്ക് ഉള്ളിടത്താണ് എന്ത് വരുന്നത്? പൾമനറി വാൽവ് പോകുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ സെമി ലൂനാർ വാൽവ്സ്. അർദ്ധചന്ദ്രാകൃതിയുള്ള വാൽവാണത്, സെമി ലൂനാർ വാൽവ്സ്. ദെൻ മിട്രൽ വാൽവ് ഓർ ബൈക്കസ്പിഡ് വാൽവ് ആണ്. ഇതുള്ളത് എവിടെയാണ്? ലെഫ്റ്റ് ഏട്രിയത്തിനും ലെഫ്റ്റ് വെൻട്രിക്കിളിനും ഇടയിലായിട്ട്. നൗ then the aortic valve is located between the left ventricle and the aorta. അപ്പോൾ ലെഫ്റ്റ് വെൻട്രിക്കിൾ നിന്നാണ് എന്ത് പോകുന്നത്? ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ടയിലേക്ക് പോകുന്നത്. നമുക്ക് പിന്നീട് നോക്കാം. ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ് ആർ ഓൾസോ കോൾഡ് ആട്രിയോ വെൻട്രിക്കുലാർ വാൽവ്സ്. അപ്പൊ ഏതൊക്കെയാണ് ആട്രിയോ വെൻട്രിക്കുലാർ വാൽവ് എന്ന് ചോദിച്ചാൽ ട്രൈകസ്പിഡും ബൈകസ്പിഡ് വാൽവ് ആണ്. Bicuspid valve is also known as the mitral valve. അപ്പോൾ ബൈക്കസ്പിഡ് വാൽവ് ലെഫ്റ്റ് ആട്രിയത്തിനും വെൻട്രിക്കിളിനും ഇടയിലാണ്. ട്രൈകസ്പിഡ് വാൽവ് റൈറ്റ് ആട്രിയത്തിനും
റൈറ്റ് വെൻട്രിക്കിളിനും ഇടയിലാണ് കാണുന്നത്. ആൻഡ് ഓൾസോ ദ പൾമനറി വാൽവ്, റൈറ്റ് വെൻട്രിക്കിൾ ആൻഡ് പൾമനറി ആർട്ടറിക്ക് ഇടയിലായിട്ട്. അയോർട്ടിക് വാൽവ് കാണുന്നത് located between left ventricle and aorta. Functions of the heart. Function of the heart. The heart functions to circulate blood around the body. The right and left side of heart pump blood into different circulations. Okay. The right side pumps deoxygenated blood into the pulmonary circulation, while the left side pumps oxygenated blood into the systemic circulation. നോക്കുക, ഡീഓക്സിജനേറ്റഡ് എന്ന് പറയുന്നത് വിത്തൗട്ട് ഓക്സിജൻ ആണ്. അല്ലാതെ പ്യുവർ അൺപ്യുവർ എന്നുള്ള വാക്കൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഡി മീൻസ് വിത്തൗട്ട് ആണ്, വിത്തൗട്ട് ഓക്സിജൻ. അപ്പം റൈറ്റ് സൈഡ് ആണ് പമ്പ് ചെയ്യുന്നത്. നമ്മൾ ചെറിയ ക്ലാസ് പഠിച്ചു, ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കാണുന്നത് എപ്പോഴും റൈറ്റ് സൈഡിലും. എന്നാൽ oxygenated blood നോക്കൂ, while the left side pumps oxygenated blood into the systemic circulation. ഇതൊക്കെ ഏതാ നോക്കാം. Right atrium receives deoxygenated blood from body tissues through superior and inferior vena cava. superior inferior vena cavaയാണ് deoxygenated blood എല്ലാ ടിഷ്യൂസിൽ നിന്നും കളക്ട് ചെയ്ത്, അത് ഓരോ ഭാഗത്തിനായിട്ടാണ്. സുപ്പീരിയർ മുകൾ ഭാഗത്താണ് കാണുന്നത്, ഇൻഫീരിയർ വെന കവ താഴെയുള്ള ഭാഗത്താണ് കളക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. ഇത് എവിടെ എത്തുന്നു? റൈറ്റ് ആട്രിയത്തിൽ എത്തുന്നു. ഇങ്ങനെയുള്ള ബ്ലഡ് റൈറ്റ് ആട്രിയത്തിൽ നിന്നും റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോവുകയും, റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോയി കഴിഞ്ഞാൽ ട്രൈകാസ്പിഡ് വാൽവ് തിരിച്ച് അങ്ങോട്ട് റൈറ്റ് ആട്രിയത്തിലേക്ക് ഒഴുകാതെ ഹെൽപ്പ് ചെയ്യും. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് പമ്പ് ചെയ്യുന്നത് പൾമനറി ആർട്ടറിയിലേക്കാണ്. പൾമനറി ആർട്ടറിയിൽ നിന്നും ബ്ലഡ് എങ്ങോട്ട് പോകും? ലങ്സിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ഇത് തിരിച്ചൊഴുകാതെ സഹായിക്കുന്നത് പൾമനറി വാൽവാണ്. അത് പൾമനറി വാൽവ് കാണുന്നത് റൈറ്റ് വെൻട്രിക്കിളിനും പൾമനറി ആർട്ടറിക്കും ഇടയിലായിട്ടാണ്. ഇനി പൾമനറി ആർട്ടറി എന്ത് ചെയ്യുന്നു? ഈ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് നേരത്തെ നമ്മൾ പറഞ്ഞു ലങ്സിലേക്ക് കൊടുക്കുന്നു, അവിടെ ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നു. ഇനി അവിടെ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് പൾമനറി വെയിൻസ് വഴിയാണ് എങ്ങോട്ട് എത്തുന്നത്? ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിലേക്ക് വരുന്നത്. ലെഫ്റ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട് എന്ന് പറയുന്നതിലേക്ക് നമുക്ക് നോക്കാം. ഓക്സിജനേറ്റഡ് ബ്ലഡ് എൻ്റർ ദ ലെഫ്റ്റ് ആട്രിയം. ലെഫ്റ്റ് ആട്രിയം ബ്ലഡ് അവിടെ നിന്നും ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് പമ്പ് ചെയ്യുന്നു. ഇവിടെയുള്ള മിട്രൽ വാൽവ് എന്ത് ചെയ്യുന്നു? ബ്ലഡ് തിരിച്ച് ലെഫ്റ്റ് ആട്രിയത്തിലേക്ക് ഒഴുകാതെ തടയുന്നു. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ബ്ലഡ് അയോർട്ട വഴി മറ്റു ഭാഗങ്ങളിലേക്ക്, ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കൊണ്ടുപോകുന്നതിന് സിസ്റ്റമിക് സർക്കുലേഷൻ എന്നാണ് പറയുന്നത്. അതായത് ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ്സ് ദ ബ്ലഡ് ഇൻ ടു ദ അയോർട്ട ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. ദ ഓക്സിജനേറ്റഡ് ബ്ലഡ് ഈസ് ഡെലിവേർഡ് എവ്രിവെയർ ഇൻ ദ ബോഡി. ലങ്സ് ഒഴികെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തിക്കുന്നു. അതായത് അയോർട്ട പിന്നെ കുറെ ശാഖകളായൊക്കെ പിരിഞ്ഞ് എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നു. നമുക്കറിയാം അവസാനം നമ്മൾ ആ അയോർട്ടാണ് ബ്ലഡ് വെസൽസിന്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ എന്ത് പറയും? കാപ്പിലറീസ് എന്നാണ് പറയുന്നത്. കാപ്പിലറീസിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ലൈനിങ് വളരെ വെറും എൻഡോത്തീലിയൽ ലൈനിങ് മാത്രമല്ല, അപ്പൊ ടിഷ്യൂസിലേക്ക് വളരെ ഈസി ആയിട്ട് ഗ്യാസ് എക്സ്ചേഞ്ചും എല്ലാ മെറ്റീരിയൽസും എക്സ്ചേഞ്ച് നടക്കുകയും ചെയ്യും. ബ്ലഡ് സർക്കുലേഷൻ. ബ്ലഡ് സർക്കുലേറ്റ്സ് around the body via two distinct pathways, the pulmonary circulation and the systemic circulation. ഈ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് അതാണ് നമ്മൾ ഡബിൾ സർക്കുലേഷൻ എന്ന പേരിൽ പറയുന്നത്. അറൌണ്ട് ദ ബോഡി ഇൻ ടു ഡിസ്റ്റിങ്ക്ട് പാത്വേസ്. ഇത് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഒന്ന് പൾമനറി സർക്കുലേഷനും ഒന്ന് സിസ്റ്റമിക് സർക്കുലേഷൻ. ഇത് രണ്ടും കൂടെ ചേർന്നാലേ ബ്ലഡ് സർക്കുലേഷൻ ആവുള്ളൂ. ടുഗദർ ദേ ക്രിയേറ്റ് എ ക്ലോസ്ഡ് പാത്വേസ് ആൻഡ് കീപ് ദ ഡീഓക്സിജനേറ്റഡ് ആൻഡ് ഓക്സിജനേറ്റഡ് ബ്ലഡ് സെപ്പറേറ്റ്. ഒരിക്കലും ഓക്സിജനേറ്റഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും തമ്മിൽ മിക്സ് ചെയ്യുകയേ ഇല്ല. These are closed pathways ആണ്. And the oxygenated and deoxygenated bloods are also separated. Pulmonary circulation. Pulmonary circulation നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. നോക്കുക, പൾമനറി സർക്കുലേഷൻ നമുക്ക് എവിടുന്ന് വേണേൽ സ്റ്റാർട്ട് ചെയ്യാം? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്നും ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്
ഡിയോക്സിനേറ്റഡ് ബ്ലഡ്. അപ്പോൾ റൈറ്റ് വെൻട്രിക്കിലേക്ക് വന്നു കഴിഞ്ഞത് നമുക്ക് ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ് എല്ലാ ഭാഗത്തു നിന്നും വന്നിട്ടുള്ള ഡിയോക്സിനേറ്റഡ് ബ്ലഡ് ആണ് ഇപ്പൊ റൈറ്റ് വെൻട്രിക്കിളിൽ ഉള്ളത്. അവിടെ നിന്നും അത് പൾമനറി ആർട്ടറി വഴി ലങ്സിലെത്തുന്നു. ലങ്സിലെത്തിക്കഴിഞ്ഞു, അതിനെ കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ചെയ്തു, ഓക്സിജൻ ഉണ്ട്. ഇനി ഈ ഓക്സിജനേറ്റഡ് ബ്ലഡ് എന്ത് ചെയ്യുന്നു? അവിടെ നിന്നും ഹാർട്ടിലേക്ക് ലെഫ്റ്റ് ആട്രിയത്തിലേക്കാണ് വരുന്നത് ത്രൂ പൾമനറി വെയിൻ. സിസ്റ്റമിക് സർക്യൂട്ട് ആണ് അടുത്തത്. Systemic circulation begins with the left ventricle that pumps oxygenated blood into the aorta. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നും ഓക്സിജനേറ്റഡ് ബ്ലഡ് അയോർട്ടയിലേക്കും, അത് അയോർട്ട നമുക്കറിയാം കുറെ സ്മോൾ ആർട്ടറീസ് ആയി മാറും, പിന്നീട് അത് കാപ്പിലറീസ് ആയി മാറും. അങ്ങനെ അത് എവിടെ എത്തും? ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നു. Oxygen delivered to the body tissues and exchanged to carbon dioxide. Now the deoxygenated blood is carried back to the heart and the right atrium through veins. Arteries versus veins. നോക്കാം, ആർട്ടറിയും വെയിനും തമ്മിലുള്ള വ്യത്യാസം എന്താന്ന് നമുക്ക് നോക്കാം. Blood vessels that carry blood away from the heart are called arteries. Blood vessels that carry blood towards the heart are called veins. Only in systemic circulation arteries carry oxygenated blood, while in pulmonary circulation arteries carry deoxygenated blood. That means നമുക്കറിയാം pulmonary artery deoxygenated blood ആണ് carry ചെയ്യുന്നത്. Contraction of the heart. എങ്ങനെയാണ് ഹാർട്ട് കോൺട്രാക്ട് ചെയ്യുന്നത്? The contraction of the muscular wall of heart chambers called myocardium generate the force to pump blood. Myocardium ആണ് ഹാർട്ടിന്റെ കോൺട്രാക്ഷന് വേണ്ടി സഹായിക്കുന്നത്. The heart contraction is divided into two phases, systole and diastole. Systole means contraction, diastole means relaxation. Blood is pumped from the chambers during contraction phase. Heart chambers are filled with blood during relaxation phase. നമുക്കറിയാം, അതായത് കോൺട്രാക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിന്നും ബ്ലഡ് പമ്പ് ചെയ്യും. അത് റിലാക്സേഷൻ ഫേസിലാണ് എപ്പോഴും ഹാർട്ട് ചേമ്പേഴ്സ് ബ്ലഡ് ഫില്ല് ചെയ്യുന്നത്. One round of heart contraction can be divided into the following phases. ഇത്രയും ഫേസ് ആയിട്ട് നമുക്ക് ഒരു ഹാർട്ട് കോൺട്രാക്ഷൻസിനെ, വൺ റൗണ്ട് ഓഫ് ഹാർട്ട് കോൺട്രാക്ഷൻസിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് ദ റിലാക്സേഷൻ ഫേസ്. നോക്കുക, ബ്ലഡ് ഫ്ലോസ് ഫ്രം ആട്രിയ ഇൻ ടു ദ വെൻട്രിക്കിൾസ് പാസീവ്ലി ത്രൂ ഓപ്പൺ ആട്രിയോ വെൻട്രിക്കുലാർ വാൽവ്സ്. ഇവിടെ ബ്ലഡ് വളരെ ഫ്രീ ആയിട്ട്, പാസീവായിട്ട് ആട്രിയയിൽ നിന്നത് ബോത്ത് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആട്രിയയിൽ നിന്നും ലെഫ്റ്റ് ആൻഡ് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് ബ്ലഡ് ഫ്ലോ ചെയ്യുന്നു. ഓക്സിജനേറ്റഡ്, ഡിയോക്സിജനേറ്റഡ് ബ്ലഡ്. ഓക്കെ. Then the atrial systole. Then the atria, contraction of atria pumps the rest of the blood into the ventricle. അപ്പൊ ഇവിടെ ഫസ്റ്റ് റിലാക്സേഷൻ ഫേസിലെ മൊത്തം അങ്ങോട്ടേക്ക് വരണമെന്നില്ല. അപ്പൊ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ബാക്കിയുള്ള ബ്ലഡ് വെൻട്രിക്കിളിലേക്ക് ഈ ആട്രിയൽ സിസ്റ്റോൾ നടക്കുമ്പോൾ മാത്രമേ പമ്പ് ചെയ്യുകയുള്ളൂ. അത് ആക്റ്റീവ് ആണ്. നൗ വെൻട്രിക്കുലാർ സിസ്റ്റോൾ. അപ്പൊ ഇപ്പൊ വെൻട്രിക്കിളിനകത്ത് ബ്ലഡ് എത്തിയിട്ടുണ്ട്, ലെഫ്റ്റ് റൈറ്റ് സൈഡിൽ രണ്ടിലും എത്തിയിട്ടുണ്ട്. കോൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ് ഫോഴ്സസ് ബ്ലഡ് ഇൻ ടു ദ പൾമനറി ആൻഡ് സിസ്റ്റമിക് സർക്കുലേഷൻ. ഡ്യൂറിംഗ് ദ വെൻട്രിക്കുലാർ സിസ്റ്റോൾ ദ ആട്രിയ റിലാക്സസ് and begin to fill with the blood arriving from vena cava and pulmonary veins. ഈ സമയത്ത് ഈ വെൻട്രിക്കുലാർ സിസ്റ്റോൾ നടക്കുന്ന സമയത്ത് തന്നെ ആട്രിയ റിലാക്സ് ആവും. അതോടൊപ്പം തന്നെ begin to fill with the blood arriving from vena cava and pulmonary. Vena cava നമുക്കറിയാം, it carries the deoxygenated blood and pulmonary vein which carries the oxygenated blood. Then ventricular systole. Then the ventricles and atria
റിലാക്സ്ഡ്. വെൻട്രിക്കുലർ ഡയസ്റ്റോളിൽ വെൻട്രിക്കിൾസും ആട്രിയും റിലാക്സ് ചെയ്യുന്നു. അങ്ങനെ 4 phases ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഫസ്റ്റ് വൺ ഇസ് ദ റിലാക്സേഷൻ ഫേസ്, സെക്കൻഡ് ദ ആട്രിയൽ സിസ്റ്റോൾ, തേർഡ് ദ വെൻട്രിക്കുലർ സിസ്റ്റോൾ, ഫോർത്ത് ഇസ് ദ വെൻട്രിക്കുലർ ഡയാസ്റ്റോൾ. Cardiac cycles. Diagram ഒന്ന് നോക്കാം. Conduction system of the heart. നമുക്കറിയാം, there are 2 types of heart, namely the myogenic and also the neurogenic. എന്താണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? മയോജനിക് ഹാർട്ട് ആണ് ഹ്യൂമൻ ബീയിങ്സിന്റെ എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് മയോജനിക് ഹാർട്ട് എന്ന് പറയുന്നത്? മയോജനിക് ഹാർട്ടില് cardiac muscles have the autonomous ability to initiate and maintain heartbeats without nervous stimulation. മയോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് മസിൽസ് ആണ്. ഇവിടെ കാർഡിയാക് മസിൽസ് ഫൈബേഴ്സിന് തന്നെ ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ട്. എന്തിനുള്ള? ഹാർട്ട് ബീറ്റ് ഇനീഷ്യേറ്റ് ചെയ്യാനുള്ള സ്റ്റിമുലസ് കൊടുക്കാൻ അത്രത്തോളം പ്രാപ്തിയുണ്ട് കാർഡിയാക് മസിൽസിന് തന്നെ. അതായത് മയോജനിക് ഹാർട്ട് കാണുന്നത് മൊളസ്, ട്യൂണിക്കേറ്റ്സ് ആൻഡ് ഓൾസോ ഇൻ വെർട്ടിബ്രേറ്റ്സ്. ബാക്കിയുള്ള എല്ലാ ആനിമൽസിലും ഇറ്റ് ഈസ് ന്യൂറോജനിക്. ന്യൂറോജനിക് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് അർത്ഥം? ഹാർട്ട് ബീറ്റ്സ് ആർ ഇനീഷ്യേറ്റഡ് ആൻഡ് മെയിൻറ്റെയിൻഡ് ബൈ നെർവസ് കൺട്രോൾ. ഇതാണ് വ്യത്യാസം. അപ്പൊ നമ്മളിലുള്ളത് എന്ത് ഹാർട്ടാണ്? മയോജനിക് ഹാർട്ടാണ് നമുക്കുള്ളത്. അപ്പൊ നോക്കാം ഇവിടെ കണ്ടക്ഷൻ സിസ്റ്റം എന്താണ്, ഇത് എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? നോക്കാം. സൈനോ ഏട്രിയൽ നോഡ് ടു ദ വാൾസ് ഓഫ് ദ ആട്രിയ കോസിംഗ് ദം ടു കോൺട്രാക്ട്. ഇവിടെ കൊടുത്തിട്ടുണ്ട് സൈനോ ഏട്രിയൽ നോഡ്, ഏട്രിയോ വെൻട്രിക്കുലാർ നോഡ്, ബണ്ടിൽ ഓഫ് ഹിസ് ആൻഡ് ഓൾസോ ദ പർക്കിഞ്ചി ഫൈബേഴ്സ്. ഇതാണ് അതിന്റെ ഓർഡർ. അത് നിങ്ങൾ എപ്പോഴും പഠിച്ചു വെക്കുക. സൈനോ ഏട്രിയൽ നോഡ്. സൈനോ ഏട്രിയൽ നോഡാണ് പേസ് മേക്കർ ഓഫ് ദ ഹാർട്ട് എന്ന് പറഞ്ഞു. ഇവിടുന്ന് അത് സ്റ്റാർട്ട് ചെയ്യുന്നു. മയോകോഡിയം കോൺട്രാക്ട്സ് ആഫ്റ്റർ ഇറ്റ് റിസീവ്സ് ദ ഇലക്ട്രിക്കൽ ഇമ്പൾസ് ജനറേറ്റഡ് ബൈ എ സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂ located within the right atrium. Is known as the sinoatrial node or SA node, also called the pacemaker of the heart. The SA node is a bundle of neurons that triggers the contraction of atria during the cardiac cycle. The electrical current next reaches the ventricles which contract after the atria. This SA node contains 2 types of cells, namely the pacemaker cells or P cells and transitional cells or T cells. The 2 type cells il കാണുന്നുണ്ട്. P cells independently elicit cardiac impulses for every contraction. T cells transmit these impulses to the auricular muscles and stimulate them to contract. ആ പേര് തന്നെ അതുണ്ട്. ഒന്ന് പി സെൽസും മറ്റേത് ടി സെൽസും ആണ്. പി സെൽസ് മീൻസ് പേസ് മേക്കർ സെൽസ്. അവിടെ നിന്നാണ് ഇത് എലിസിറ്റ് ചെയ്യുന്നത്, അതിന് വേണ്ട ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ടി സെൽസ് ആണ്. Now the Purkinje fibers are cells in the inner ventricular walls just beneath the endocardium. These fibers run between the ventricles to the apex of the cell. The Purkinje fibers play a crucial role in cardiac cycle. When an electrical stimulus leaves AV node, it travels via the bundle of His and branches of Purkinje fibers. These fibers then carry the impulse throughout the inner wall of each ventricle.
This causes the ventricle to contract after the atria contract. The ventricle contraction forces blood from the right ventricle to the lungs and from the left ventricle to the body. That is the systemic circulation, all parts of the body. These three elements generate a healthy heart rhythm known as the sinus rhythm. The rhythm or contraction of the heart pumps blood throughout the body. Roughly a minute's time, blood travels from heart to the body and back. ECG യെ കുറിച്ചാണ് പറഞ്ഞത്. ജസ്റ്റ് ഒന്ന് നോക്കാം. Electric activity in the heart is displaced as a P wave, QRS interval and T wave. P wave correlates to atrial depolarization and atrial contractions. There is not a wave associated with atrial repolarization, and it occurs during ventricular depolarization during QRS interval. The QRS complex correlates to ventricular depolarization as the ventricles contract. The Q wave is the beginning, R wave is the middle of the contraction, and S wave is the end of the ventricular depolarization and beginning of ventricular repolarization. The T wave correlates to ventricular repolarization. ഇത് നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ എപ്പോഴും ECG ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത്. ഓക്കെ, ECG waves and what they mean. ഇപ്പോൾ ഒന്ന് നോക്കി പഠിക്കാം. എന്തെങ്കിലുമൊക്കെ ടെസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ആവശ്യം വരും. നോക്കാം P wave എന്താണ്, QRS എന്താണ് എന്നൊക്കെ ഉള്ളത്, PR interval എന്താണ് എന്നുള്ളത് ഒന്ന് മനസ്സിലാക്കാം. ഇനി നോക്കൂ, ഇതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷറും കൂടെ പറയുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു. ബ്ലഡ് പ്രഷർ എന്താണ്? ബ്ലഡ് പ്രഷർ is the pressure exerted by circulating blood against the walls of the arteries. അതായത് during every heartbeat, some amount of blood is pumped to the arteries. Consequently, blood exerts pressure on the arterial wall to dilate them. This is blood pressure. വീണ്ടും വീണ്ടും ബ്ലഡ് ഇങ്ങനെ ആർട്ടറീസിലേക്ക് പമ്പ് ചെയ്യുന്ന സമയത്ത് അതിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി എപ്പോഴും ഒരു പ്രഷർ ആ വാളിൽ എക്സേർട്ട് ചെയ്യേണ്ടി വരും. ഇതിനെയാണ് നമ്മൾ ബ്ലഡ് പ്രഷർ എന്ന് പറയുന്നത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ദ പ്രഷർ എക്സേർട്ടഡ് ബൈ ദ ബ്ലഡ് എഗെയിൻസ്റ്റ് ദ വാൾസ് ഓഫ് ദ blood vessels. ഇത് വളരെ കുറവായിരിക്കും വെയിൻസിലെ ആൻഡ് കാപ്പിലറീസ് ആൻഡ് ഹയർ ഇൻ ഡിസ്റ്റന്റ് ആർട്ടറീസ് ആൻഡ് ഹയസ്റ്റ് ഇൻ അയോർട്ട ആൻഡ് ഇറ്റ്സ് ഇനീഷ്യൽ ബ്രാഞ്ചസ്. അതായത് ഇത് ഏറ്റവും കൂടുതലുള്ളത് അയോർട്ടയിലായിരിക്കും. ഡിസ്റ്റന്റ് ആർട്ടറീസ് എത്തുമ്പോൾ അത് കുറഞ്ഞു വരും. വളരെ കുറവായിരിക്കും വെയിൻസിലും കാപ്പിലറീസിലും. ക്ലിയർ ആയല്ലോ? ഇതിൽ രണ്ട് ടേം ഉപയോഗിച്ചിട്ടുണ്ട്, ഒന്ന് സിസ്റ്റോളും ഒന്ന് ഡയാസ്റ്റോളും. ബ്ലഡ് പ്രഷർ വേരീസ് ഫ്രം മാക്സിമം ടു മിനിമം. നോക്കൂ, സിസ്റ്റോളിക് പ്രഷർ എന്ന് പറയുന്നത് 120 millimeter ഓഫ് മെർക്കുറി ആണ്. ഇത് ഓരോരുത്തരിലും വേരി ചെയ്യും. നോക്കൂ, ഇൻ മാൻ ദ നോർമൽ സിസ്റ്റോളിക് arterial pressure is about 110 to 145 millimeter of mercury, and the normal diastolic arterial pressure is about 60 to 80 in man. ഇത് ഫീമെയിൽസിൽ അത്ര വരണമെന്നില്ല, അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് വ്യത്യാസം കാണും. നോക്കാം, ബ്ലഡ് പ്രഷർ ഗ്രേറ്റർ ദാൻ 120 to 80. 120 ബാർ ആണ് ഇട്ടിരിക്കുന്നത്. 120 എന്ന് പറയുന്നത് സിസ്റ്റോളിക് ആണ്, 80 എന്ന് പറയുന്നത് ഡയാസ്റ്റോളിക് ആണ്. ഇത് എപ്പോഴും നിങ്ങൾ തെറ്റിച്ചെഴുതുന്നു, ശ്രദ്ധിക്കാം. സിസ്റ്റോളിക് ആണ് കൂടുതലുള്ളത്. ഇങ്ങനെ ഇതില് വളരെ റേസ് കാണുന്ന അവസ്ഥ. സാധാരണ കേസിൽ ഡയാസ്റ്റോളിക് വല്ലാതെ കൂടുമ്പോഴാണ് കൂടുതൽ അപകടം കാണുന്നത്.
ഇതിനെ ഹൈപ്പർ ടെൻഷൻ എന്നാണ് പറയുന്നത്. ബ്ലഡ് പ്രഷർ ലെസ് ദാൻ 120/80 എന്ന് പറയുന്നത് ഹൈപ്പോ ടെൻഷനാണ്. Health conditions. Hypertension. Hypertension is an abnormal condition that is primarily caused with high blood cholesterol. Excess cholesterol is deposited on the arterial walls as plaques. This plaques makes the lumen of the artery narrower and causes the blood to flow with higher pressure. If an artery becomes completely blocked, the cell supported by that artery will suffer from lack of oxygen and die. If this happens in the coronary arteries which provide blood to the heart, the result can be myocardial infarction or heart attack. നമ്മൾ പറയാം ഹൈപ്പർ ടെൻഷൻ ഭയങ്കര പ്രശ്നമുള്ളതാണ്. അപ്പൊ ഹൈപ്പർ ടെൻഷൻ എന്തൊക്കെ കൊണ്ട് ഉണ്ടാവാം എന്നുള്ളത് നമുക്കറിയാം. ഭക്ഷണം കൊണ്ട് പ്രശ്നം ഉണ്ടാവാം, അതേപോലെ തന്നെ ടെൻഷൻ സ്ട്രെസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ വരാം. അപ്പൊ കൊളസ്ട്രോളിന്റെ കേസ് നമ്മൾ നോക്കുക, അമിതമായിട്ട് നമ്മുടെ ഫാറ്റി ഫുഡൊക്കെ അടിക്കുകയാണെങ്കിൽ ഇത് ഡെപ്പോസിറ്റ് ചെയ്ത് പ്ലാക്ക് പോലെ ഇങ്ങനെ അടിഞ്ഞു കൂടും. എന്നിട്ട് എന്ത് ചെയ്യും, അതിലെ വളരെ സുഖമായിട്ട് ബ്ലഡ് ഒഴുകാത്തൊരവസ്ഥ വരും. ഇത് ബ്ലോക്ക് ചെയ്യപ്പെടും. ഇത് കൊറോണറി ആർട്ടറി എന്ന് പറയുന്നത് എന്താണ്, ഹാർട്ടിലേക്ക് തന്നെ ബ്ലഡ് സപ്ലൈ കൊടുക്കുന്ന ആർട്ടറി. അപ്പൊ അതിനാണ് വരുന്നതെങ്കിൽ ഹാർട്ടിന് തന്നെ ബ്ലഡ് കിട്ടാതെ വരികയും ഹാർട്ട് തന്നെ ഇല്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ, അതായത് ഹാർട്ട് അറ്റാക്കിലേക്ക് കൊണ്ടെത്തിക്കും. ഈ സ്ട്രോക്ക് എന്ന് പറയുന്നത് an artery leading to the brain can be blocked. This can cause cerebral vascular accident or stroke. ഈ ആർട്ടറി ഇനി ബ്രെയിനിലേക്ക് പോകുന്നതാണെന്ന് വിചാരിക്കുക, അവിടെയാണ് ബ്ലോക്ക് ഉണ്ടാവുന്നതെങ്കിൽ ബ്രെയിനിന് ബ്ലഡ് കിട്ടൂല. കിട്ടാതിന് എന്താ സംഭവിക്കുക, ഓക്സിജൻ കിട്ടില്ല, അവിടുത്തെ ടിഷ്യൂസ് ഒക്കെ നശിക്കും, അതോടുകൂടി കാര്യമായ പ്രശ്നം തുടങ്ങുകയും ചെയ്യും. ഇനി ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞിട്ടുള്ള 120/80 എന്നതൊന്നും വളരെ താഴോട്ട് പോകുന്ന അവസ്ഥയ്ക്കാണ് ഹൈപ്പോടെൻഷൻ എന്ന് പറയുന്നത്. ഇവിടെ abnormal conditions in which the blood flows with low pressure. Hypotension occurs when the large volume of water or blood is lost from the body. It may be due to dehydration. അതേപോലെ തന്നെ ബോഡി ലോസ് ഓഫ് ബ്ലഡ്, കുറെ ബ്ലഡ് നഷ്ടപ്പെടുക, ഹിമറേജ്, അതായത് നശിച്ചു പോകുന്ന അവസ്ഥ, ഹിമറേജ് ഉണ്ടാവുന്നത് നമ്മൾ സാധാരണയായിട്ട് ബ്രെയിനിലാണ് ഹിമറേജ് ഒക്കെ വരുന്നത്. ഹിമറേജ് can occur due to blood disorders or injury to the blood vessels. അങ്ങനെ സംഭവിക്കും. ഹൈപ്പോടെൻഷൻ can result in shock. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഹാർട്ട് സംബന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞത്. ഇനി ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും. താങ്ക് യു.